Hi friends, welcome to Rodavjit. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Galaxy A50യും അതേപോലെ തന്നെ Redmi Note7Proയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പ്രൈസ് Galaxy A50 സ്വല്പം കൂടുതലാണ്. പക്ഷേ എങ്കിലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ജനറൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യം Galaxy A50 ആണോ Redmi Note7Pro ആണോ ബെറ്റർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആദ്യം നമുക്ക് Galaxy A50 ഏതെല്ലാം കാര്യങ്ങളിൽ Note7Proയേക്കാൾ ബെറ്റർ ആണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് Note7Pro ഏതെല്ലാം കാര്യങ്ങളിൽ Galaxy A50യേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ന് നോക്കാം. ആദ്യം Galaxy A50. A50യിൽ നമുക്ക് സാംസങ്ങിന്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഏറ്റവും നല്ല ഡിസ്പ്ലേ അനുഭവമാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട. നല്ല വ്യൂയിങ് ആംഗിൾസും സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ലൊരു ദൃശ്യ അനുഭവം തരുന്ന ഒരു സംഭവമാണ് ഈ സാംസങ്ങിന്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ Galaxy A50യിലാണ് കിട്ടുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. മെയിൻ ക്യാമറ 25 മെഗാ പിക്സൽ ഉണ്ട്, കൂടാതെ 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്, പിന്നെ ഒരു ഡെപ്ത് സെൻസറും. അപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ അടക്കമുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് Galaxy A50യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും അതിന് Note7Proയേക്കാൾ ബെറ്റർ ആയ ഒരു കാര്യമാണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും നമുക്ക് Galaxy A50യിൽ കിട്ടും. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളത് ഈ ഒരു ഫോണിന്റെ മേന്മയുടെ ഭാഗത്ത് വരുന്നതാണ്. Note7Proയിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജർ നമുക്കറിയാം, Redmi Note7Proയിൽ ക്വിക്ക് ചാർജ് 4 ഒക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ചാർജർ അതിൻ്റെ ഒപ്പം വരുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ Galaxy A50യിലേക്ക് വരുമ്പോൾ 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റിംഗ്. നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഫോണിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. Redmi Note7Proയുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു PUBG ഒക്കെ ഒരു അരമണിക്കൂർ കളിക്കുകയാണെങ്കിൽ നമ്മുടെ Galaxy A50യിലാണെങ്കിൽ അത് ഒരു 39-40 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നിൽക്കുക. എന്നാൽ നമ്മുടെ Redmi Note7Proയിലേക്ക് ചെല്ലുമ്പോൾ 42-43 ഡിഗ്രി ബാറ്ററി ടെമ്പറേച്ചറിലേക്ക് എത്തും. അങ്ങനെ നോക്കിയാൽ തീർച്ചയായിട്ടും കമ്പാരിറ്റീവ്ലി ടെമ്പറേച്ചർ കുറവ്, ഹീറ്റിംഗ് കുറവ് Galaxy A50യിലാണ്. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ തീരെ ഇല്ലാത്ത ഒരു ഫോണാണ് Galaxy A50. അപ്പോൾ അതും ഇതിനെ സംബന്ധിച്ച് Note7Proയേക്കാൾ ബെറ്റർ ആക്കുന്ന ഒരു ഘടകമാണ്. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് സാർ വാല്യൂ. സാർ വാല്യൂവിൻ്റെ കാര്യത്തിൽ സാംസങ് തീർച്ചയായിട്ടും ബെറ്റർ ആണ്. 0.335 എന്ന് പറയുന്ന നല്ലൊരു സാർ വാല്യൂ ആണ് നമുക്ക് A50യിൽ കിട്ടുന്നത്. അതേസമയം നമ്മുടെ Redmi Note7Proയിൽ 0.962 എന്ന് പറയുന്ന ഒരു സാർ വാല്യൂ ആണ്. ഇങ്ങനെ പറയുമ്പോൾ 962 അത് കൂടുതൽ തന്നെയാണ്, 3 ഇരട്ടിയോളം കൂടുതലാണ് നമുക്ക് ഈ A50 ആയിട്ട് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അത് ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഒന്നുമല്ല. കാരണം ഇന്ത്യയുടെ സാർ വാല്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. അതിനേക്കാൾ താഴെ തന്നെയാണ്. അപ്പോൾ അണ്ടർ കൺട്രോൾ തന്നെയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഇത് കാര്യമായിട്ട് ഈ മേഖല ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ ആയ സാർ വാല്യൂ, റേഡിയേഷൻ കുറവ് നമുക്ക് Galaxy A50 തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ ആയ സാർ വാല്യൂ ഉള്ളൊരു ഫോൺ Galaxy A50 ആണ്. അടുത്ത ഒരു ലാസ്റ്റ് അതുപോലെ ഫൈനൽ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂവും സർവീസും. നല്ലൊരു ബ്രാൻഡ് വാല്യൂ, നമുക്ക് Xiaomi മോശമാണെന്നല്ല, നല്ല ബ്രാൻഡ് തന്നെയാണ്, ഇന്ത്യസ് നമ്പർ 1 ബ്രാൻഡാണ്. പക്ഷേ സാംസങ്ങിന്റെ ബ്രാൻഡ് നമുക്കറിയാം നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ബ്രാൻഡ് വാല്യൂ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് ആയിരിക്കും സാംസങ്ങിന്റെ A50. അതേപോലെ ബെറ്ററായ സർവീസ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും നല്ല സർവീസ് തരുന്ന 1-2 വളരെ കുറച്ച് ഉള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലെ ഒരു ബ്രാൻഡാണ് സാംസങ്. അപ്പോൾ ഏറ്റവും നല്ലൊരു സർവീസ് നമുക്ക് സാംസങ്ങിന്റെ പ്രൊഡക്റ്റിലാണ് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് Galaxy A50 ബെറ്ററാണ്. ഇനി Note7Proയിലേക്ക് വരാം. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ്. A50 നമുക്ക് 4GB RAM 64GB വേരിയന്റിന് 19,990 വരുന്നത്. Note7Proയിലേക്ക് വരുമ്പോൾ 13,990. വിലയിൽ കാര്യമായ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ബെറ്ററായ ഒരു വാല്യൂ നമുക്ക് Redmi Note7Proയിലാണ് കിട്ടുക. രണ്ടാമത്തെ ഘടകം 48 മെഗാ പിക്സൽ വരുന്ന ഒരു നല്ല ക്യാമറ സെറ്റപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ റെസൊല്യൂഷൻ, ഒരു വലിയ ആഗ്രഹമായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബെറ്ററായ ഫോൺ Redmi Note7Pro തന്നെയായിരിക്കും. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി തന്നെയാണ്. ലോ ലൈറ്റ് പെർഫോമൻസ് ആയാലും ബെറ്ററായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് Note7Proയിൽ കിട്ടും. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉള്ളൊരു ഫോണാണ്. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് പെർഫോമൻസ്. സ്നാപ്ഡ്രാഗൺ 675 തീർച്ചയായിട്ടും A50യിലുള്ള 9610 എക്സിനോസിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു പ്രോസറാണ് ഈ Redmi Note7Proയിലേക്ക് 675. അപ്പോൾ ബെറ്റർ ആയ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. ഈ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് അഗ്രസീവായ, കുറച്ച് നല്ല ഒരു പെർഫോമൻസ്. അതേപോലെ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ, നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം വരുന്നത് ക്വിക്ക് ചാർജ് 4. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ ക്വിക്ക് ചാർജ് 4 നമുക്കിവിടെ കിട്ടാനൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ക്വിക്ക് ചാർജ് 3 വരെയാണ് നമുക്ക് കിട്ടുന്നത്. Xiaomiയുടെ തന്നെ ക്വിക്ക് ചാർജ് 3 ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ക്വിക്ക് ചാർജ് 3 വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അത്യാവശ്യമൊന്നുമില്ല, ആരും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൽ വരുന്ന ആ സ്റ്റോക്ക് ചാർജർ കൊണ്ട് തന്നെ ചാർജ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ ഒരു സംഭവം ഒന്ന് കമ്പാരിസൺ കാണിച്ചു തരാം. ഈ ക്വിക്ക് ചാർജ് 3യും നോർമൽ ചാർജറും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പൈസ മുടക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് Redmi Note7Pro. ആ ഒരു സംഭവം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് ഈ 4 കാര്യങ്ങളാണ് Redmi Note7Proയെ സംബന്ധിച്ച് പ്രധാന പ്ലസ് പോയിന്റുകളായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട
രണ്ട് ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റുകൾ എന്താണെന്ന് മനസ്സിലായി. ഒന്ന് ചുരുക്കി നോക്കിയാൽ ഗാലക്സി A50 എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, ട്രിപ്പിൾ ക്യാമറ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, ഫാസ്റ്റ് ചാർജർ, അതേപോലെ തന്നെ നമുക്ക് നല്ല ബ്രാൻഡ് വാല്യൂ, നല്ല സാർ വാല്യൂ, നല്ല സർവീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി A50 കിട്ടും. Note 7 Proയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വാല്യൂ ഫോർ മണി 14,000 രൂപയ്ക്ക് ഈ സംഭവങ്ങൾ കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം 48 മെഗാപിക്സൽ എന്ന് പറയുന്ന കൂടിയ റെസൊല്യൂഷൻ കിട്ടും. പിന്നെ 4K പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഈ Note 7 Proയിലെ കിട്ടുന്നുള്ളൂ. സ്നാപ്ഡ്രാഗൺ 675, ഗൊറില്ല ഗ്ലാസ് 5, അതേപോലെ തന്നെ നമുക്ക് ക്വിക്ക് ചാർജ് 4, ഇത്രയും കാര്യങ്ങളാണ് Note 7 Proയിൽ വരുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഇത് രണ്ടിനും നല്ല ക്വാളിറ്റിയും വാല്യൂ ഫോർ മണിയായ പ്രൊഡക്റ്റുകൾ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ സൈഡ് ബൈ സൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് പറ്റിയ ഫോൺ ഏതാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, Redmi Note 7 Proയുടെ വീഡിയോയിൽ നമുക്കൊരു സ്മൂത്ത്നെസ് കുറവ് കാണാം. ക്വാളിറ്റി കൂടുതലുണ്ട്, പക്ഷേ സ്മൂത്ത്നെസ് ഇല്ലായ്മയുണ്ട്. ഒരു പക്ഷേ അപ്ഡേറ്റിലൂടെ ഇത് ഫിക്സ് ആയേക്കാം. അതിൻ്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. പക്ഷേ Xiaomi അങ്ങനെ ഫിക്സ് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ ഇതും ഫിക്സായി വന്നാൽ നന്നാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൺ എടുക്കാം. Redmi Note 7 Pro ഒന്നുകൊണ്ടും മോശമല്ല, തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയായ പ്രൊഡക്റ്റാണ്. A50യും അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, വാല്യൂ ഫോർ മണി തന്നെയാണ്. സ്ലോ മോഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് സ്ലോ മോഷൻ കണ്ട് തന്നെ മനസ്സിലാക്കുക. സ്ലോ മോഷൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നു. സ്ലോ മോഷൻ കഴിയുന്നിടത്ത് വീഡിയോയും അവസാനിക്കും. എന്തായാലും വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.